ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട്. നമുക്ക് ഈ എപ്പിസോഡിൽ നമുക്ക് പരിശോധിക്കാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വിംഗ് ട്രേഡിങ് ചെയ്യുമ്പോൾ, സ്വിംഗ് ട്രേഡിങ് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. സ്വിംഗ് ട്രേഡിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ സ്വിംഗ് ട്രേഡിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അന്വേഷിക്കലാണ്, ഒരു പഠനം. സ്വിംഗ് ട്രേഡിങ്ങിലാണ് ഇപ്പോൾ കൂടുതലും നിക്ഷേപകർ ഇടപെടുന്നത്. അതിൻ്റെ പ്രധാന കാരണം മുൻ വീഡിയോകളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ റിസ്ക് ഇല്ലാതെ നിശ്ചിത ലാഭം സ്ഥിരമായി ഉണ്ടാക്കാൻ കഴിയും എന്നതാണ്. മാർക്കറ്റിൻ്റെ സാധ്യതകളും ട്രേഡറുകളുടെ കഴിവും പരിജ്ഞാനവും മുതൽ മുടക്കും എല്ലാം ആശ്രയിച്ചാണ് ട്രേഡിങ്ങിൻ്റെ നേട്ടം. വ്യക്തമായിട്ടുണ്ടാവുമല്ലോ. ട്രേഡിങ്ങിൻ്റെ സാധ്യതകൾ, അതിൻ്റെ എന്തൊക്കെയാണ് അതിൽ സാധ്യതകൾ എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ സാധ്യതകളുണ്ട്? ഈ മാർക്കറ്റ് വളർന്നു വരുമ്പോഴാണ് ബുൾ ട്രേഡിങ് എപ്പോഴും ഗുണം ചെയ്യുക. അപ്പം അത്തരം സാഹചര്യങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ, മാർക്കറ്റിലുണ്ടാകുന്ന നല്ല ന്യൂസുകൾ, നല്ല അതുപോലെ തന്നെ മാർക്കറ്റിലുണ്ടാകുന്ന കമ്പനികളുടെ റിസൾട്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അനുകൂലമായിട്ട് വരുമ്പോൾ ടോട്ടലി അനുകൂലമായിട്ട് വരണം. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം മുതൽ മുടക്കം വേണം, എങ്കിൽ മാത്രമേ ട്രേഡ്, കാരണം നമ്മളെല്ലാം ഇത് എടുക്കാമല്ലോ, സ്വിംഗ് എടുക്കാമല്ലോ. അപ്പോൾ അതിനെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, മാർക്കറ്റ് കുതിപ്പിലാണെന്ന് കണ്ണിൽ കണ്ട സ്റ്റോക്കുകൾ ചാടിക്കയറി വാങ്ങിക്കരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്റ്റോക്കുകൾ, നമ്മൾ കിട്ടിയ സ്റ്റോക്കുകളൊക്കെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് പിന്നീട് എന്താ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയ ഇഷ്ടം തോന്നുന്ന ഒരു സ്റ്റോക്കായിരിക്കാം വാങ്ങിക്കുന്നത്, പക്ഷെ എന്ന് വെച്ചിട്ട് അതിൻ്റെ ഫണ്ടമെൻ്റൽ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, അതിൻ്റെ സാധ്യതകൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. രണ്ട്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റോക്ക് വളരെ താഴ്ന്ന നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിലും അത് കയറി വാങ്ങരുത്. ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഇനി ഒരവസരം ഉണ്ടാകില്ല എന്ന ധാരണയിലാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത്. ശരിയാണ്, അവസരമാണ് ഷെയർ മാർക്കറ്റിൽ പ്രധാനം. അവസരം ഉപയോഗപ്പെടുത്താം. എന്നിരുന്നാലും നിങ്ങൾ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ പോകുന്ന കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് പഠിക്കണം. അതിൽ പ്രധാനമാണ് മാർക്കറ്റിൽ നിന്നുള്ള ന്യൂസുകൾ. ഉദാഹരണത്തിന്, ഏതെങ്കിലും ഒരു ബാങ്കിനെ കുറിച്ച് സെബി സംശയം പ്രകടിപ്പിച്ചു എന്നിരിക്കട്ടെ. ഉടനെ ആ കമ്പനിയുടെ സ്റ്റോക്ക് ആളുകൾ വിൽക്കാൻ തുടങ്ങും. അത്തരം സ്റ്റോക്കുകൾ നിങ്ങൾ വാങ്ങിച്ചാൽ നഷ്ടത്തിൽ കലാശിക്കും. ചിലപ്പോൾ വൻ നഷ്ടവും സംഭവിച്ചേക്കാം. കാരണം ഒരു ദിവസം ഇടിയും, അതിനടുത്ത ദിവസം ഇടിയും, ചിലപ്പോൾ തുടർച്ചയായി ഇടിഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ സംഭവിക്കാം. കൊട്ടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഓൺലൈൻ അക്കൗണ്ട് വർദ്ധിച്ചു വരുന്നുണ്ട്, പ്രവർത്തനം സുതാര്യമല്ല എന്ന് സെബി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഈ ഒരു റെഗുലേറ്ററി അതോറിറ്റിയാണ് ഇത്തരം ഈ സെക്യൂരിറ്റികളുടെയൊക്കെ. അപ്പോൾ ഇങ്ങനെ ഈ ബാങ്കിൻ്റെ ഈ ഓൺലൈൻ അക്കൗണ്ട് അത്ര സുതാര്യമല്ലാണ് കൊടുക്കുന്നുണ്ടെന്നുള്ള ഒരു നിരീക്ഷണം വന്നു. അപ്പോൾ ഇത് വന്ന ഉടനെ തന്നെ എന്ത് ചെയ്തു? ബാങ്ക് വല്ലാതെ ഇടിഞ്ഞുപോയി. 10-18% വരെ ബാങ്കിൻ്റെ സ്റ്റോക്കുകൾ ഇടിഞ്ഞു. പലരും വിറ്റു. കാരണം ബാങ്ക് സ്റ്റോക്കുകളാണ്, സെൻസിറ്റീവാണ്. അപ്പോൾ അങ്ങനെ, പക്ഷേ പിന്നീട് അത് തിരിച്ചു കയറുകയുണ്ടായി. കാരണം അത് നല്ല ഒരു സ്ഥാപനം ആയതുകൊണ്ട് മാത്രമാണ് അത് തിരിച്ചു കയറിയത്. നിഫ്റ്റി 50 പെട്ടതാണത്. കുറച്ച് ദിവസം കൊണ്ട് തിരിച്ചു കയറി. ബാങ്ക് തങ്ങളുടെ ക്രമീകരണങ്ങൾ കൂടുതൽ സുതാര്യമാക്കുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് സെബിക്ക് രേഖാമൂലം കത്തയച്ചു. ഇത് ആളുകൾ വിശ്വാസത്തിലെടുത്തു. മാത്രമല്ല, മുൻനിര റേറ്റിംഗ് ഏജൻസി പ്രസ്തുത ബാങ്കിൻ്റെ സ്റ്റോക്ക് അണ്ടർ വാല്യൂയിലാണെന്ന് അഭിപ്രായപ്പെട്ടു. എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ നിലയിലാണ് ഇപ്പോൾ അത് കിടക്കുന്നത്. അത് കൂടാനുള്ള സാധ്യതയുണ്ട്. 18-20% വരെ കൂടാനുള്ള സാധ്യതയുണ്ടെന്ന് ഈ റേറ്റിംഗ് ഏജൻസി പറയുകയും ചെയ്തു. അങ്ങനെ അവരൊരു ടാർഗറ്റും വെച്ചു. അത് ബാങ്കിന് ഗുണം ചെയ്തു. നിഫ്റ്റി 50-യിലുള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ കമ്പനി ആയതുകൊണ്ട് കൂടിയാണ് അത് പെട്ടെന്ന് തിരിച്ചു കയറിയത്. ചെറുകിട കമ്പനികളാണെങ്കിൽ തിരിച്ചു കയറണമെന്നില്ല. ഇപ്രാവശ്യം ഏകദേശം 650 രൂപയിൽ നിന്ന് 10 രൂപയിലേക്ക് കൂപ്പുകുത്തിയ കമ്പനിയാണ് യെസ് ബാങ്ക്. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് യെസ് ബാങ്കിലുണ്ടായ കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. അറിയാത്തവർ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്താൽ അതിൻ്റെ വിവരങ്ങൾ കിട്ടും.
അതിൽ നിക്ഷേപകർക്ക് വലിയ നഷ്ടമുണ്ടായെന്ന് മാത്രമല്ല, ഈ സ്റ്റോക്കുകളിന്മേലുള്ള ട്രേഡിങ് ഏകദേശം 3 കൊല്ലക്കാലത്തേക്ക് ഗവൺമെൻറ് നിർത്തിവെക്കുകയും ചെയ്തു. അതോടെ നിക്ഷേപകർക്ക് വിൽക്കാനും വാങ്ങാനും കഴിയാതെയായി. മാത്രമല്ല, നിക്ഷേപിച്ചവരുടെ പണം നഷ്ടം സംഭവിച്ചെന്ന് മാത്രമല്ല, വിറ്റ് കാശെടുക്കാനുള്ള അവസരവും ഇല്ലാതെയായി. മൊത്തത്തിൽ വിൽപ്പന നടന്ന് സ്ഥാപനം കൂടുതൽ പാപ്പരാകാതിരിക്കാനാണ് സെബി ഇങ്ങനെ ചെയ്യുന്നത്. ഈ ട്രേഡ് നിർത്തിവെക്കൽ, വിൽക്കലും വാങ്ങലൊക്കെ നിർത്തിവെക്കുക, കുറച്ച് കാലത്തേക്ക് അത് നിർത്തിവെക്കുന്നത് ഇങ്ങനെ കൂടുതൽ സ്ഥാപനം പരാജയത്തിലേക്ക് പോകാതിരിക്കാനും അതുപോലെ തന്നെ ആളുകളുടെ നിക്ഷേപകരുടെ കൂടുതൽ നഷ്ടം ഉണ്ടാവാതിരിക്കാനും വേണ്ടിയുള്ള ഒരു മെത്തേഡാണ്. അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ വിൽക്കും, കൂടുതൽ നഷ്ടത്തിലേക്ക് പോകും. അതുകൊണ്ട് ആളുകളുടെ നഷ്ടം കുറയും. യെസ് ബാങ്ക് പിന്നീട് കുറേയൊക്കെ തിരിച്ചു കയറി. എന്ന് വെച്ചാൽ ഇപ്പോഴും പഴയ ഫോമിലായിട്ടില്ല, അതായത് വളരെ താഴെയാണ് നിൽക്കുന്നത് ഇപ്പോഴും. ബാങ്കിങ് മേഖല മാത്രമല്ല, മെഡിക്കൽ ഹെൽത്ത് കെയർ മേഖലയും ഇതുപോലെ സെൻസിറ്റീവാണ്. ഉദാഹരണത്തിന്, സൺഫാർമയുടെ ഏതെങ്കിലും ഒരു മരുന്ന് അമേരിക്കയിൽ നിരോധിച്ചു എന്ന് കരുതുക. കാരണം അമേരിക്കയിലൊക്കെ ബിസിനസ്സുള്ള സ്ഥാപനങ്ങളാണ്, എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് സൺഫാർമ. അങ്ങനെ കുറേ സ്ഥാപനങ്ങളുണ്ട്. പേരെടുത്ത് പറയാവുന്ന തന്നെ കുറേ സ്ഥാപനങ്ങൾ തരത്തിലുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നിരോധനം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടെ ആളുകൾ വിൽക്കാനും നഷ്ടം വരാനും തുടങ്ങും. അപ്പോൾ ഈ ഫാർമ ഫീൽഡും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. തുടക്കക്കാരെ സംബന്ധിച്ച് നിഫ്റ്റി 50യിലുള്ള സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യുന്നതാണ് നല്ലത്. അത് തിരിച്ചിറങ്ങിയാലും പിന്നീട് കയറി വരും. മൊമെൻ്റം സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുക എന്നത് പ്രധാന കാര്യമാണ്. ഇത് കണ്ടെത്താൻ മണി കൺട്രോളിൻ്റെ സൈറ്റിൽ പോയാൽ മതിയാകും. വേറെ സൈറ്റുകളുമുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. NSEയിലും ചാർട്ടെങ്കിലും മറ്റും ഇത് ലഭ്യമാണ്. ഈ മൊമെൻ്റം സ്റ്റോക്കുകൾ ഇങ്ങനെ പരിശോധിക്കാനുള്ള കുറേ മെത്തേഡുകളുണ്ട്. അതുപോലെ തന്നെ ഈ മൊമെൻ്റം സ്റ്റോക്കുകൾ നമ്മൾ പരിശോധിക്കാൻ വേറെ മെത്തേഡുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അപ് ട്രെൻഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മണി കൺട്രോളിലെ NSEയിലൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ അതേ സമയത്ത് ടോപ്പ് ലോസ്, ടോപ്പ് പ്രോഫിറ്റബിൾ, ടോപ്പ് ഗെയിൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ഈ കൂടുതലുള്ളത് ഉണ്ട്, കുറഞ്ഞതും നമുക്ക് എടുക്കാം. നല്ല കമ്പനികൾ കുറഞ്ഞ് കിടക്കുമ്പോൾ ടോപ്പ് ലോസേഴ്സിൽ പോയി കഴിഞ്ഞാലും നല്ലത് കുറഞ്ഞ് കിടക്കുമ്പോൾ എടുക്കാൻ പറ്റും. അതേക്കുറിച്ച് നമുക്ക് ചാർട്ടിലൂടെ പരിശോധിക്കാം. അത് മാത്രമല്ല, അതിനെ കൂടുതൽ നമുക്ക് മറ്റേ ഈ ആൽഗോ ട്രേഡിങ്ങിൻ്റെ ആ ഒരു മെത്തേഡിലൂടെ സ്ട്രീക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെ നല്ല സ്റ്റോക്കുകൾ കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ഒരു നിരീക്ഷണം നടത്താം. മൊമെൻ്റം സ്റ്റോക്കുകൾ കണ്ടെത്തിയാൽ പ്രൈസ് ആക്ഷൻ ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിച്ച് ഇപ്പോൾ ഏത് ലെവലിലാണ് ട്രേഡ് നടക്കുന്നതെന്ന് കണ്ടെത്താൻ കഴിയും. പ്രധാനമായും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസസ്, സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ മുതലായവ ഉപയോഗിച്ച് 2-3 കൊല്ലത്തെ സ്റ്റോക്കിൻ്റെ നീക്കങ്ങൾ പഠിക്കണം. 2 അതിൽ കൂടുതലോ തവണ സപ്പോർട്ട് എടുത്ത് ഒരു സ്റ്റോക്ക് കയറി വരുന്നുണ്ടെങ്കിൽ നിലവിൽ താഴ്ന്ന നിലവാരത്തിലുള്ള നല്ല സ്റ്റോക്കുകൾ ഇപ്രകാരം വാങ്ങാവുന്നതാണ്. കൺഫർമേഷനായി കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണും ചാർട്ട് പാറ്റേണും ഉപയോഗിക്കാം. അസെൻഡിങ് ട്രയാങ്കിൾ, ഡിസെൻഡിങ് ട്രയാങ്കിൾ, കപ്പൻ ഹാൻഡിൽ പാറ്റേൺ തുടങ്ങിയവ, ഫ്ലാഗ് പാറ്റേൺ തുടങ്ങിയവ ഇതിനായി ഉപയോഗിക്കാം. ഇത്തരം പാറ്റേണുകളെ കുറിച്ച് നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻബോക്സിൽ വന്നിട്ട് സംശയം ചോദിക്കുക, അതല്ലെങ്കിൽ ഇമെയിൽ അയച്ച് അന്വേഷിക്കുകയോ ചെയ്യാം. സ്ട്രീക്കിൻ്റെ കുറച്ച് ചാർട്ടുകളിലേക്ക്, അതിൻ്റെ സ്ട്രീക്കിൻ്റെ കുറച്ച് ആൽഗോ ട്രേഡിംഗ് മെത്തേഡുകളിലേക്ക്, അതിൻ്റെ ടെക്നോളജിയിലേക്ക് നമുക്ക് പോകാം. അത് ഇതിൻ്റെ ചാർട്ട് പരിശോധിച്ചിട്ട് നമുക്ക് കണ്ടെത്താം. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. സ്റ്റോക്ക് സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ അതുപോലെ റിസ്ക് റിവാർഡ് റേഷ്യോ വളരെയധികം ശ്രദ്ധിക്കണം, അത് സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ദീർഘകാലത്തേക്ക് നിക്ഷേപിച്ച് കിടന്നുണ്ടെന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ട് വെക്കണമെന്നില്ല, നല്ല സ്റ്റോക്കുകളാണെങ്കിൽ. അതല്ല, നിങ്ങൾ നിരന്തരം ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കാൻ തന്നെയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതാണ് നല്ലത്. ഒരു നിശ്ചയ ലെവലിൽ നിന്ന് അത് താഴോട്ട് പോകുമ്പോൾ നമുക്ക് ആ കാശ് മുടങ്ങിയെടുക്കില്ല. അപ്പോൾ സ്റ്റോപ്പ് ലോസ് എപ്പോഴും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ടാർഗറ്റ് 1:2 അല്ലെങ്കിൽ 1:3 ഒക്കെ ടാർഗറ്റ് വയ്ക്കാം. ആ ടാർഗറ്റ് വെച്ചിട്ടും ചെയ്യാം. പിന്നെ ഈ സ്ട്രാറ്റജി എന്താണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, സ്ട്രാറ്റജിയുടെ ക്യാൻഡിലിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. അതിനെക്കുറിച്ച് നമുക്ക് ചാർട്ടിൽ പോയിട്ടൊന്ന് നോക്കുകയും ചെയ്യാം. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ചാർട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആൽഗോ ട്രേഡിങ്ങിൻ്റെ സ്ട്രീക്കിലൂടെയുള്ള ആൽഗോ ട്രേഡിങ് എങ്ങനെ എടുക്കാൻ നോക്കാം. അപ്പോൾ ഈ ഉദാഹരണത്തിന് സ്ട്രീക്ക് പെയ്ഡാണ്. നമ്മൾ നേരത്തുള്ള അധ്യായത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്ട്രീക്കിൻ്റെ ചില ഇതൊക്കെ നമുക്ക് ഫ്രീ ആണ്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അത് മറ്റേ
സീറോദയിലാണ് നിങ്ങളുടെ അക്കൗണ്ട് എങ്കിൽ, സീറോദയിലെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് സ്ട്രീക്ക് അതിനകത്ത് ലിങ്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രീക്കിൽ പോവുക. സ്ട്രീക്കിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ ഒരു സൈറ്റ് നമുക്ക് കിട്ടും. അതിൻ്റെ ഒരു പോർട്ടൽ, വെബ് പോർട്ടൽ നമുക്ക് കിട്ടും. അതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ സ്ട്രാറ്റജികളുണ്ട്. ഈ സ്ട്രാറ്റജികൾ തൽക്കാലം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സ്ട്രാറ്റജി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ട്രാറ്റജിക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. അതുകൂടാതെ നമുക്ക് ഇത് സ്കാനേഴ്സാണ്. ഈ കാണുന്നത് സ്കാനേഴ്സാണ്. സ്കാനേഴ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ബുള്ളിഷ് ഇതിലിങ്ങനെ കുറേ കാണാൻ കഴിയുന്നുണ്ട്. വെബിനാർ സ്കാനേഴ്സ്, ബുള്ളിഷ് സ്കാനേഴ്സ്, ഇൻട്രാഡേ സ്കാനേഴ്സ്, ഇങ്ങനെ കുറേ നമുക്ക് കാണാം. നമ്മൾ ഇതിൽ പ്രീ സെലക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ, ബുള്ളിഷ്, RSI, മാഗ്ഡി, ഇൻട്രാഡേ, അങ്ങനെ പലതും കാണാം നമുക്ക്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ഇതിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് സ്കാനേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബുള്ളിഷ് ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇവിടെ ബുള്ളിഷ് ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ ബെയറിഷ് എടുക്കുന്ന ഇൻട്രാഡേ ബുള്ളിഷ് ഉണ്ട്, ഇൻട്രാഡേ ബെയറിഷ് ഉണ്ട്. നോർമൽ ഒരു ബുള്ളിഷ് എടുക്കാം. ബെയറിഷ് ഉണ്ട്, ഇവിടെ നോർമൽ ബെയറിഷ് ഉണ്ട്. നോർമൽ ബുള്ളിഷ്, ബുള്ളിൻ്റെ അടയാളം ഉള്ളത്. ബെയറിഷ് എന്ന് പറയുമ്പോൾ ഈ ബെയറിൻ്റെ ഒരു പഗ് മാർക്ക്, ഒരു കാലടയാളം ഉള്ളതാണ്. അപ്പം ബുള്ളിഷ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിലിങ്ങനെ കാണും. നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണും. ഇതിൽ RSI ക്രോസ് അബവ് 30, പ്രൈസ് ഹയർ ദാൻ പി സാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുറേ ലാർജ് ബുള്ളിഷ് ഡേ ക്യാൻഡിലുണ്ട്. കുറേ ഉണ്ടാവും അതിൽ നമുക്ക്. അപ്പം അതിൽ നമുക്ക് ഈ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഡേ ക്യാൻഡിൽ ബേസ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. മറ്റേതിൽ സാധ്യത കുറവാണ്. കാരണം അത് പെട്ടെന്ന് പോകും. അത് കുറഞ്ഞ ടൈം ഫ്രെയിം ആകുമ്പോൾ 15 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ അത് ഇൻട്രാഡേക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡേ ട്രേഡ് ഇങ്ങനെ ക്യാൻഡിൽ ഇങ്ങനെ കാണാം. ഇവിടെ ഡേ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ നേർക്ക് ഡേ കാണിക്കുന്നുണ്ട്. ഈ ഡേൻ്റെ അവിടെ വന്നിട്ട് ഈ എത്ര മാച്ച് ആവുന്നുണ്ട്, 9 മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലാർജ് ഡേ ബുള്ളിഷ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ വേറെയും കുറേ കാണാം. അപ് ട്രെൻഡ് സ്റ്റോക്സ് 32 കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ നമുക്ക് പൊട്ടൻഷ്യൽ ബ്രേക്കൗട്ട് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഡേ ആണ്. കാരണം വെച്ചാൽ ചിലപ്പോൾ അത് ബ്രേക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് ചിലപ്പോൾ കിട്ടില്ല. പിന്നെ ഈ 1 അവർ RSI, റൈസിങ് RSI എന്ന് പറയുന്നുണ്ട് 1 അവർ. അതൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ 1 അവറിൻ്റെ താഴെ എടുക്കണ്ട. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രീം ബുള്ളിഷ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാണിക്കുന്നുണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഡെയിലി ഉള്ളത് 160 കാണിക്കുന്നുണ്ട്. പക്ഷേ അധികം എണ്ണമുള്ളത് എടുക്കാണ്ടിരിക്കാൻ, അത് സ്വാഭാവികമായിട്ടും കുറേ അധികം ഉണ്ടാവും. അതിൽ സാധ്യതകൾ എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു ആവറേജ് ഉള്ളതാണ് നല്ലത്. ടു ഹെയ്ഗിനേഷി ടു ഗ്രീൻ ഹെയ്ഗിനേഷി എന്ന് പറഞ്ഞിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. അത് ഡെയിലി അത് 15 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്കിങ്ങനെ കാണും. അത് ഇതേപോലെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഇതിപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് ആണ്. ഏഷ്യൻ പെയിൻറ്റ് അതൊക്കെ നമുക്ക് ടെക്നിക്കൽ കൂടുതൽ പോകേണ്ട കാര്യമില്ല. നമ്മൾ ടെക്നിക്കൽ അല്ലാത്ത രീതിയിൽ തന്നെ ബുള്ളിഷ് ക്യാൻഡിലേക്ക് നമുക്ക് പോയിട്ട് ബുള്ളിഷ് സ്കാനിലേക്ക് പോയിട്ട് നമ്മളിപ്പോൾ നേരത്തെ എടുത്ത അത് തന്നെ ടു ഗ്രീൻ എഗ്നേഷി. ഈ ഗ്രീൻ എഗ്നേഷി എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിനകത്ത് സാധ്യത ഉണ്ടാവും. ടു ഗ്രീൻ എഗ്നേഷി ഇതാണ് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഇതിൽ കാണിക്കുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ സ്കാനാണ് ഇപ്പോൾ കാണിക്കുന്നത്. മറ്റേ ഡേ ടൈമിലാകുമ്പോഴാണ് മറ്റേ കാണിക്കാമെന്നാണ് തോന്നുന്നത്. അത് വർക്കിംഗ് അവേഴ്സിലാണ് മറ്റേ സ്കാന് കാണിക്കുന്നത്. അപ്പോൾ ഈ വർക്കിംഗ് അവേഴ്സിൽ ഇതിൽ പോയിട്ട് ഈ 20 SMA അങ്ങനെ കുറേ SMA കാര്യങ്ങളും EMA ഒക്കെ ഇതിൽ 200 EMA അതെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇഷിമോക്കു ഉണ്ട്. പിന്നെ വോളിയം വെയ്റ്റഡ് MA, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിന് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ അതിലേക്ക് അത് നമ്മളെ കൊണ്ടുപോകും. അതുപോലെ മൊമെൻറ്റം കാര്യങ്ങൾ, ഇതെല്ലാം ഇതിൽ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ പോവുക. പിന്നെ അതേപോലെ തന്നെ ഇനി മറ്റൊരു വർക്കിംഗ് ഉള്ള ടൈമിൽ, ഇപ്പോൾ ഇത് ചെയ്യുന്നത് വർക്കിംഗ് ടൈമിലല്ലാത്തതുകൊണ്ട് ഇതിൽ കുറച്ച് പരിമിതികൾ ഇപ്പം ഉണ്ട്. ഇതാണ് ഇതിൻ്റെ സ്ട്രീക്കിൻ്റെ ആൽഗോ ട്രേഡിങ്ങിൻ്റെ ഒരു സൈറ്റ് എന്ന് പറയുന്നത്. ഇതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് നമുക്ക് അതിലൂടെ ട്രേഡ് എടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ബൈ ക്ലിക്ക് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ബൈയുടെ അടയാളം കാണിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബൈ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇവിടുന്ന് ബൈ അല്ലെങ്കിൽ നല്ല നമ്മളിതിൽ കണ്ടെത്തിയ സ്റ്റോക്കുകൾ ഇങ്ങനെ ആൽഗോ ലെവലിൽ കണ്ടെത്തിയ ഇത്തരം കുറേ സ്റ്റോക്കുകളാണ് ഇതിൽ കാണിക്കുന്നത്. ഇപ്പോൾ പ്രോ ടെക് മഹീന്ദ്രയിൽ പോയി നോക്കാം. നമുക്ക് ടെക് മഹീന്ദ്രയിൽ പോയി നോക്കുമ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് ആണ് ഇതിൽ കാണിക്കുന്നത്. അതിൻ്റെ ചാർട്ട് അനാലിസിസ് ഉണ്ട്. അതിപ്പോൾ ഡേയിലല്ലാത്തതുകൊണ്ടാണ് അത് വരാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ
അത് വർക്കിംഗ് ഡേ അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വർക്കിംഗ് ഡേ വന്നു കഴിഞ്ഞാൽ നമുക്കത് മറ്റൊരു ദിവസം മറ്റൊരു ഇതിലൂടെ നമുക്കത് ചെയ്യാൻ പറ്റും, കാണിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര കണ്ട് അത് പോകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ടെക് കെമിക്കൽ നമ്മൾ ഇതിൽ പോയി നോക്കാം. നമുക്ക് ട്രേഡിംഗിൻ്റെ ചാർട്ട് ടെക് കെമിക്കൽ, ടെക് എമ്മിൻ്റെ സോറി ടെക് മഹീന്ദ്രയാണത്. ടെക് മഹീന്ദ്ര എങ്ങനെയാണ് അതിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലവാരം എന്നുള്ളത് നമുക്ക് ഇതിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഇത് ആൽഗോ ട്രേഡിംഗ് മെത്തേഡ് വെച്ച് നമുക്ക് കുറേ കണ്ടെത്താൻ പറ്റും, സ്റ്റോക്കുകളുടെ നിലവാരം കണ്ടെത്താം. ടെക്കം ഇത് കൂടി നിൽക്കണം, കണ്ടോ, ബുള്ളിഷ് എന്നുള്ളത് നമ്മളതിൽ പറഞ്ഞത്. അപ്പോൾ അതിൽ ബുള്ളിഷ് ആയിട്ട് നിൽക്കണേ കാൻഡിൽ നമുക്കിതിലൂടെ ഒരു അന്ന് അടയാളപ്പെടുത്തി കൂടെ നോക്കാം. ഒരു ഹൈലൈറ്റർ വെച്ച് നോക്കാം. നമുക്ക് ഹൈലൈറ്റർ വെച്ചിട്ട് നോക്കുമ്പോൾ ഇതുണ്ട്, ഇവിടെ ഇത് ടു ഹൈഗനേഷി ആണല്ലോ പറഞ്ഞിട്ടുണ്ട്, കേട്ടോ. അത് ടു ഹൈഗനേഷി കാൻഡിൽ വന്നു, ഇവിടെ ഒരു കാൻഡിൽ വന്നു, കേട്ടോ. ഇവിടെ ഒരു കാൻഡിൽ വന്നു. ബ്രഷ് വെച്ച് നോക്കാം നമുക്ക്. ഇവിടെ നിന്നൊരു ഇവിടെ ഒരു കാൻഡിൽ വന്നു, കേട്ടോ. ഈ ഗ്രീൻ കാൻഡിൽ കാണുന്നുണ്ടല്ലേ, ഈ ഗ്രീൻ കാൻഡിൽ ഇത് പോട്ടെ, ഈ റിമൂവ് ചെയ്യാതെ നമുക്ക് അതിനെ അത് ഒഴിവാക്കിയിട്ട് നമുക്കത് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ പെയ്ഡാണ്. പെയ്ഡ് നമുക്ക് ആവശ്യമില്ല, പെയ്ഡ് നമുക്ക് ഒഴിവാക്കാം. തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഇത് വന്നിട്ട് രണ്ട് കാൻഡിൽ ആണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഇതിവിടെ ഒരു കാൻഡിൽ നമ്മൾ ഒരു അടയാളപ്പെടുത്തി, ഫസ്റ്റ് കാൻഡിൽ നമ്മൾ അടയാളപ്പെടുത്തി. ഈ ടു ഹൈഗനേഷി എന്ന് പറയുന്നതാണത്. അപ്പോൾ സെക്കൻഡ് കാൻഡിൽ നമുക്ക് നോക്കാം. അതിൻ്റെ സെക്കൻഡ് കാൻഡിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ബ്രഷിൽ നമുക്ക് വീണ്ടും പോയിട്ട് ബ്രഷ് എടുത്തിട്ട് വേണ്ട, ഈ സെക്കൻഡ് ഹൈഗനേഷിയാണ് ഈ കാണുന്നത്, വേണ്ട. ഇത് ഇവിടെ അതിനെ ജമ്പ് ചെയ്തിട്ട് വന്നു. അപ്പോൾ ഈ അവസരത്തിലൊക്കെ നമുക്ക് അതിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് വാങ്ങിക്കാം. ഇപ്പോൾ ഈ ടെക് മഹീന്ദ്ര എന്ന് കുറേ കൂടിയ ലെവലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഒരു കണക്കിൽ അത് വാങ്ങിക്കാതിരിക്കണതാണ് നല്ലത്. പക്ഷേ ഇത് ഈ സ്ട്രാറ്റജിയിൽ നമുക്കത് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ആൽഗോയിലൂടെ കണ്ടെത്താനും പെട്ടെന്ന് നമുക്ക് ഇതെടുക്കാനും ഒക്കെ, ട്രേഡ് എടുക്കാനൊക്കെ കഴിയുന്ന ഒരു മെത്തേഡാണിത്. ഇനി നമുക്ക് ഇതിലൂടെ വേറെ ഏതെങ്കിലും കമ്പനികൾ ഉണ്ടോ നോക്കാം. ഈ സ്കാനേഴ്സിൽ തന്നെ ഇതിൽ ടെക് മഹീന്ദ്ര നമുക്ക് കിട്ടി. പിന്നെ ഇനി ഏതാ ഉള്ളത്? ഇനി വന്നിട്ട് നമുക്ക് മറ്റൊരു സ്ട്രാറ്റജി പരിശോധിക്കാം. സ്ട്രാറ്റജി ഒരു സ്കാനർ നോക്കാം, വേറെ സ്കാനർ, ബുള്ളിഷ് സ്കാനർ തന്നെ. നമ്മൾ വീണ്ടും ബുള്ളിഷ് സ്കാനർ എടുക്കുന്നു. ബുള്ളിഷ് സ്കാനർ എടുത്തിട്ട് നമ്മൾ ഇതിലിപ്പോൾ RSI എബോവ് അതിലൊന്നും മാച്ചില്ല, അത് 10 മിനിറ്റിൻ്റെയാണ്. ഇതിൻ്റെ ഡെയിലിയുടെ അപ് ട്രെൻഡ് സ്റ്റോക്ക് 32. നമുക്ക് ഡെയിലി അപ് ട്രെൻഡ് സ്റ്റോക്ക് എന്താണെന്ന് നമുക്കത് നോക്കി നോക്കാം. ഡെയിലി അപ് ട്രെൻഡ് സ്റ്റോക്ക് കുറേ സ്റ്റോക്കുകൾ കാണിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കുകളൊക്കെയാണ് ഇതിൽ ലൈനിൽ വരണമൊക്കെ ഇതിൻ്റെ സ്റ്റോക്കാണ്. അപ്പോൾ ഡെയിലി അപ് ട്രെൻഡ് സ്റ്റോക്ക് നമുക്ക് സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ എങ്ങനെ കിടക്കും? നമ്മൾ TI ഇന്ത്യ, ഇത് ട്യൂബ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ്. നമ്മൾ ഈ കമ്പനിയെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ട്യൂബ് ഇന്ത്യ കമ്പനി നല്ല ഒരു ഇത് കൊടുക്കുന്ന റിട്ടേൺ കൊടുക്കുന്ന കമ്പനിയാണ്. ഒരു മൾട്ടി ബാഗറിൽ പെട്ടിട്ടുള്ള കമ്പനിയാണത്. ചെന്നൈ ബേസ്ഡ് സൈക്കിൾസ് ഒക്കെ നിർമ്മിക്കുന്ന കമ്പനിയാണ്. നല്ല ബിസിനസ്സുള്ള കമ്പനിയാണ് ട്യൂബ് ഇന്ത്യ. നമുക്ക് ഈ ടെക് മഹീന്ദ്ര മാറ്റിയിട്ട് നമുക്ക് ട്യൂബ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ ഇത് കുറച്ചുകൂടി ഇതിവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഓക്കെ, ട്യൂബ് ഇന്ത്യ, TI ഇന്ത്യ, ട്യൂബ് ഇന്ത്യ. ട്യൂബ് ഇന്ത്യയുടെ ഇതിൽ വരുമ്പോൾ നമുക്കിവിടെ വന്നിട്ട് ഇതിൻ്റെ ഒരു ആഡ് കിടക്കുന്നുണ്ട്. ഇവിടെ ആഡ് കിടക്കുന്നതുകൊണ്ടാണ് ഇത് കാണാത്തൊരു ബുദ്ധിമുട്ട്. ആഡ് അതിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ഈ ട്യൂബ് ഇന്ത്യയുടെ ഒരു ചാർട്ടാണ് ഇതിൽ കാണുന്നത്. ട്യൂബ് ഇന്ത്യയുടെ ചാർട്ട് ഇതിപ്പോൾ നമുക്ക് കാണിക്കുകയാണെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഇതെങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ അതിലേക്ക് പോകുകയാണെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇതിൻ്റെ ബ്രഷ് എടുത്ത് കാണിച്ചു തരാം. ട്യൂബ് ഇന്ത്യയുടെ വന്നിട്ട് ഹൈലൈറ്റർ ഇത് ഈ കാണുന്നത് ഒരു നേരത്തെ ഉള്ള ഒരു ഡിമാൻഡ് സോണാണ്. ഇവിടെ വരുമ്പോൾ ഡിമാൻഡ് കണ്ടോ, ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ട്യൂബ് ഇന്ത്യ ഇതിൻ്റെ സ്ട്രാറ്റജി നമ്മൾ എന്താണ് എടുത്ത സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജിയിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ ഉദാഹരണത്തിന് ഇതിപ്പോൾ ഇവിടെ എത്തി എന്നുള്ള വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡിമാൻഡ് സോൺ കഴിഞ്ഞ് സപ്ലൈ സോണാണ്. ഈ സപ്ലൈ സോൺ വീണ്ടും ഇത് കയറി വരുന്നുണ്ട് അവിടെ. അങ്ങനെ
ഇവിടെ ഇങ്ങനെ വരുന്നതുകൊണ്ട് ഇത് വീണ്ടും ഡിമാൻഡ് സോൺ ആയിട്ടുണ്ട് ഇത് വീണ്ടും. അപ്പോൾ ഇനി ഇവിടെ നിന്നാണ് ഇത് കയറി വരണത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നോക്കാം അത് കയറി വരുന്നത്. ഇതിൻ്റെ ഈ കാൻഡിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു വലിയ ലോങ് കാൻഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്. ഒരു ലോങ് കാൻഡിൽ ഇവിടെ അങ്ങനെ ഉണ്ടോ, ഈ ഒരു ലോങ് കാൻഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ലോങ് കാൻഡിൽ ഉണ്ടാക്കിയത് വീണ്ടും കയറി പോകണം. ഈ കയറി പോകുന്ന ലെവലിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കാം. ഇത് നമ്മൾ എടുത്ത സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രാറ്റജി അപ് ട്രെൻഡ് സ്റ്റോക്കാണ്. ഇതുണ്ട് ഇതിലിങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ, ഈ അപ് ട്രെൻഡ് സ്റ്റോക്കാണ്. ഈ അപ് ട്രെൻഡ് സ്റ്റോക്കുകളിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നല്ല കമ്പനികളാണെങ്കിൽ ഒരു താഴ്ന്ന നിലവാരത്തിൽ, ഒരു ഏകദേശം നിലവാരത്തിൽ നിന്നാണ് കയറി വരണമെന്ന് വെച്ചാൽ നമുക്ക് അത് വാങ്ങിക്കാൻ പറ്റും. അപ്പം അത് ഈ ഒരു പുതുതായിട്ട് എടുത്തിട്ടുള്ള ഒരു ഇതാണത്. നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് പുതുതായിട്ട് എടുത്തിട്ടുള്ള ഒരു ഈ വന്നിട്ടുള്ള ഒരു ഈ ഡിമാൻഡ് സോണാണിത്. കാരണം ഇത് നേരത്തെ സപ്ലൈ സോൺ ആയിരുന്നു. ഈ സോണ് നമ്മൾ സൂചിപ്പിച്ചല്ലോ, നേരത്തെ ഇത് സപ്ലൈ സോൺ ആയിരുന്നു. ഇത് സപ്ലൈ സോൺ ആയിരുന്നു. ഈ സപ്ലൈ സോൺ പിന്നീട് അതെന്തായി, അത് ഡിമാൻഡ് സോണായിട്ട് മാറി. കാരണം ഇവിടെ എങ്ങനെ ഡിമാൻഡ് സോണായെന്ന് കണ്ടോ, ഇവിടെ എങ്ങനെ കുറേ ഇത് വന്നു, ഇവിടെ റിവേഴ്സ് വന്നു. ഉദാഹരണത്തിന് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചാർട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ, ചാർട്ട് നല്ല പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നേട്ടമുണ്ടാവും. ഇത് ഈസി ആയിട്ടുള്ള കാര്യം, അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇതിനൊരിത്തിരി സ്റ്റഡി വേണ്ടി വരും സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇത് വന്നിട്ട് ഇങ്ങനെ ഇതേ ഒരു ലെവലിൽ ഇതാണിപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഡിമാൻഡ്, ഇപ്പോൾ പുതിയതായിട്ടുണ്ടായിട്ടുള്ള ഡിമാൻഡ് സോണ്. ഇനി ഒരു സപ്ലൈ സോൺ ഇവിടെ എവിടെയെങ്കിലും ക്രിയേറ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്നിട്ട് ഇത് സ്വാഭാവികമായിട്ടും, ഉദാഹരണത്തിന് ഇതിൻ്റെ ഈ ഒരു ലൈന്, ഒരു ട്രെൻഡ് ലൈനല്ല, ഒരു സപ്പോർട്ടിൻ്റെ ഡിമാൻഡ് സോണ്, സപ്പോർട്ട് ലെവൽ ഇവിടെ വരും. അല്ലെങ്കിൽ ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ വരും. ഇവിടെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ, ഇവിടെ ഇതിപ്പോൾ ഓൾറെഡി ഡിമാൻഡ് സോണായ സ്ഥിതിക്ക് ഇനി ഇതൊരു സപ്ലൈ സോൺ, ഈ ഒരു ഏരിയ മിക്കവാറും സപ്ലൈ സോണായിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വീണ്ടും സ്വിങ് ട്രേഡിങ്ങുകളും കാര്യങ്ങളും ഇതിനകത്ത് വീണ്ടും വരും. അപ്പോൾ നമുക്കൊരു പ്രൈസ് റേഞ്ച് ഇട്ടിട്ട് നോക്കാം. ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇങ്ങനെയാണ് ഈ സപ്ലൈ സോൺ ഡിമാൻഡ് സോൺ ഉണ്ടാക്കുന്നത്. ഇപ്പം പ്രൈസ് റേഞ്ച് ഇതിങ്ങനെ വരയ്ക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ പ്രൈസ് റേഞ്ച് ഈ ലെവലിലേക്ക് ഇത് കയറി വരും വീണ്ടും. ഈ കമ്പനീന് കയറി വരാൻ വേണ്ടി പൊട്ടൻഷ്യലുള്ള കമ്പനിയാണത്. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് ഇങ്ങനെ വന്നിട്ട്, ഉദാഹരണത്തിന് ഇത് വന്നിട്ട് വീണ്ടും കയറി നമ്മൾ ഈ പ്രൈസ് റേഞ്ച് കാണിച്ചു. ഈ പ്രൈസ് റേഞ്ചാണിത്. ഈ പ്രൈസ് റേഞ്ച് വന്നിട്ട് ഈ ഒരു ലെവലിലേക്ക് ഇതിങ്ങനെ വന്ന് ഇനി ഇവിടെ നിന്ന് ഇവിടെ വന്ന് ഒരു സപ്പോർട്ട് എടുത്തു. അത് ഡിമാൻഡ് സോണ് ആണ്. ആ ഡിമാൻഡ് സോണിൽ നിന്ന് വീണ്ടും കയറി, പിന്നെ വീണ്ടും ഇവിടെ ഏകദേശം ടച്ച് ചെയ്ത് വന്ന് ഇനി ഈ ലെവലിലേക്ക് പോകുന്നത്. ഈ ലെവലിലേക്ക് പോയിട്ട് ഈ ഒരു ബ്രേക്കിൽ നിന്ന് ഇവിടുന്ന് സ്വാഭാവികമായിട്ടും തിരിച്ചു വരും. ഈ തിരിച്ചു വരുമ്പോൾ അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഷോർട്ട് ചെയ്യാം. തിരിച്ചു വരണ ഒരു ലെവൽ ഇങ്ങനെ ഒരു ക്യാൻഡിൽ സെറ്റ് ചെയ്തിട്ട് ആ ക്യാൻഡിൽ താഴോട്ട് വരികയാണെങ്കിൽ, നിശ്ചയ ക്യാൻഡിൽ താഴോട്ട് വേണമെങ്കിൽ ഷോർട്ട് ചെയ്യാം. ഈ ഷോർട്ട് ചെയ്തിട്ട് വീണ്ടും താഴോട്ട് ഈ ഡിമാൻഡ് സോൺ വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ഡിമാൻഡ് സോണിൽ എത്തുമ്പോൾ വീണ്ടും ഷോർട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ ഹൈലൈറ്റർ വെച്ച് വരണത് ഈ ഡിമാൻഡ് സോൺ നമ്മൾ പറഞ്ഞില്ല, ഈ ഡിമാൻഡ് സോണിൻ്റെ അവിടെ നിന്ന് വീണ്ടും ഇതിങ്ങനെ തിരിച്ച് കയറും. ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ തിരിച്ച് കയറുമ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് ഇവിടുന്ന് ഇത് വാങ്ങിക്കാം. ഈ ഒരു ലെവലിൽ ഇങ്ങനെ ഇത് വാങ്ങിക്കാൻ പറ്റും. ഇങ്ങനെ സ്വിങ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഇറങ്ങി വരുമ്പോൾ ഈ ഒരു ലെവലിൽ ഇറങ്ങി വരുമ്പോൾ ഷോർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സ്വിങ് ഏരിയ ആണത്. ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് സ്വിങ് ഏരിയ ആണ്. അപ്പോൾ ഇത് കണ്ടെത്താൻ നമുക്ക് ഈ കുറേ മാർഗങ്ങളുണ്ട്. കുറേ മാർഗങ്ങളെന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഇതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ NSEയുടെ സ്റ്റോക്കിൽ പോയി നോക്കാം നമുക്ക്. NSE ഇന്ത്യ. NSEയിൽ പോയി കഴിഞ്ഞാൽ ഇത്തരം സ്റ്റോക്കുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. NSE വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ഇതിൽ കണ്ടെത്തിയ പോലെ തന്നെ കുറേ സ്റ്റോക്കുകളുടെ കാര്യങ്ങൾ ഇതിലുണ്ടാവും. ഇതിലെല്ലാ സ്റ്റോക്കുകളും ഉണ്ടാവും. മോസ്റ്റ് അപ് ട്രെൻഡ് സ്റ്റോക്ക്, അതേപോലെ തന്നെ കുറേ സ്റ്റോക്കുകൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അപ് ട്രെൻഡ് സ്റ്റോക്ക്, പിന്നെ അതേപോലെ തന്നെ
IPOകൾ വേണമെങ്കിൽ IPO ഉണ്ട്. അപ്പോൾ ടോപ്പ് ടോപ്പ് ലോസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. എല്ലാം ഒരു സിമ്പിളുകളാണ് ഇതിൻ്റെ. ടോപ്പ് ടോപ്പ് 5 സ്റ്റോക്സ് ആണ് ഇത് Nifty 50-ലെ ടോപ്പ് 5 സ്റ്റോക്സ് ആണ്. ടോപ്പ് ലോസേഴ്സ്, ടോപ്പ് ഗെയിൻ, അങ്ങനെ രണ്ട് കാര്യങ്ങൾ കാണാൻ പറ്റും. നമുക്ക് ഇതിൽ ഒന്നുകൂടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നെസ് ഇന്ത്യ ടോപ്പ് ലോസേഴ്സ്. ടോപ്പ് ലോസേഴ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കിട്ടും അത്. അപ്പോൾ പുതിയ സ്റ്റോക്ക് എത്ര എണ്ണം, ഇത് ഈസി ആയിട്ടുള്ള മെത്തേഡുകളാണ്. അപ്പോൾ ഇതൊരു ടോപ്പ് ഗെയിനേഴ്സും ഉണ്ട്, ഇതിൽ ടോപ്പ് ലോസേഴ്സും ഉണ്ട്. ഇപ്പോഴത്തെ ഗെയിനേഴ്സിലാണ് കിടക്കുന്നത്. ഇത് മാറ്റി നമുക്ക് ലോസേഴ്സിലാക്കി കഴിഞ്ഞാൽ ഇതുവരെല്ലാം ലോസേഴ്സാണ്. ഇത് 1.65, ഇത് ഒരാഴ്ചത്തെയാണ് ഇതിൽ കാണിക്കുന്നത്. അല്ല, വൺ ഡേ ആണ്. വൺ ഡേ നമുക്കിതിൽ 1 വീക്ക് ആക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇനി ഇതിൽ 1 വീക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇതുണ്ട്, മറ്റേ ഇക്കണോമിക്സ് ടൈംസിൻ്റെ സൈറ്റിൽ പോയാലും 1 ഡേയിലേക്ക് 1 വീക്ക് മാറ്റാം. ഇങ്ങനെ 1 വീക്ക് എടുത്തിട്ട് ഇതുകൊണ്ട് ഇവിടെ കാണിക്കുന്നത്. ഇതിൽ മാർക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, മാർക്ക് ചെയ്യാൻ പറ്റില്ല ട്രേഡിംഗ് വ്യൂ പോലെ. പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ട്. ഈ കാണുന്ന 1.65 ആണ്. ഇതൊരു SBI ലൈഫാണിത്. SBI ലൈഫിൻ്റെ അതിങ്ങനെ കുറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അത് ഒരാഴ്ചത്തെ നമുക്ക് കണക്കെടുക്കാൻ പറ്റും. അങ്ങനെ കണക്കെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ബൈ ചെയ്യാൻ കഴിയും. അതാണ് ഇതിൽ പറയാനുള്ളത്. ഇപ്പോൾ ഇത് നമ്മൾ ട്യൂബ് ഇന്ത്യയുടെ വന്നു. ഇതുപോലെ തന്നെ ഈ സ്കാനറിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ ആൾക്കോ ട്രേഡിങ്ങിൻ്റെ മെത്തേഡിലൂടെ തന്നെ ഇവരുടെ സ്കാനർ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റോക്കുകൾ കണ്ടെത്തിയിട്ട് വാങ്ങിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് വേറൊരു കമ്പനി എടുക്കുകയാണ് നമ്മൾ. ഉദാഹരണത്തിന് ഇത് ഇങ്ങനെ കുറേ കമ്പനികളിലൂടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഇവിടെ കാണുന്നുണ്ടാവും. ഇപ്പോൾ വന്നിട്ട് ഏഞ്ചൽ വൺ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ഏഞ്ചൽ 1 ആണ്. നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അപ് ട്രെൻഡ് സ്റ്റോക്കാണ്. അപ് ട്രെൻഡ് സ്റ്റോക്കിൽ ഏഞ്ചൽ വൺ എങ്ങനെയുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഇത് ഡയറക്റ്റ് പോവില്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇത് ഈ മറ്റേ വർക്കിംഗ് മാർക്കറ്റ് ഓപ്പൺ ടൈം അല്ല ഇപ്പോൾ, അതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഏഞ്ചൽ 1 നമുക്കിവിടെ ഈ ഇവരുടെ തന്നെ ട്രേഡിംഗ് വിൻ്റെ സൈറ്റിൽ പോയി നോക്കാം ഏഞ്ചൽ 1 എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോ മാർക്കറ്റിൽ ഓരോന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ ഏഞ്ചൽ വണ്ണ് ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റോക്കുകൾ കണ്ടെത്താൻ പറ്റും. ഈ സ്റ്റോക്കുകൾ നമ്മളിതിൽ കണ്ടെത്തിയിട്ട് ഈ ട്രേഡിംഗ് വ്യൂവിൽ പോയാൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ നമുക്ക് കണ്ടെത്തിയിട്ട് ഇതിലൂടെ നല്ല സ്റ്റോക്ക് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് വന്നിട്ട് ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത്. ഇത് വലിയ ഒരു താഴ്ച ഈ സ്റ്റോക്കിന് ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു ട്രെൻഡ് ലൈൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലെവലിൽ നിന്ന് വന്നിട്ട് കണ്ട ഇതിങ്ങനെ താഴോട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഒരു ലെവൽ എത്തിയപ്പോഴെന്തായി, ഈ ഒരു ലെവൽ വന്നപ്പോൾ ഇത് കാരണം ഇവിടെ ഒരു തവണ വന്നിട്ട് തിരിച്ചുപോയി, തിരിച്ചു കയറി, വീണ്ടും ഇവിടെ ഒരു തവണ ടച്ച് ചെയ്ത് ട്രെൻഡ് ലൈനിൽ തട്ടിയിട്ട് ഇത് ലോവർ ഹൈ ആണ് ഉണ്ടാക്കുന്നത്. ഇത് ലോവർ ലോ ആണ് ഉണ്ടാക്കുന്നത്. ഈ ലോവർ ലോ ഉണ്ടാക്കി ഇതിങ്ങനെ പരമാവധി താഴോട്ട് വന്നു ഒരു 3-4 വട്ടമൊക്കെ തിരിച്ചു പോയിട്ടുണ്ടത്. അപ്പോൾ ഇനി ഇത് അതിൻ്റെ ഒരു ലെവലിലെത്തി. ഇവിടെ എത്തിയിട്ട് പിന്നെ ഇവിടെ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിതിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ ആവശ്യമില്ല, ഈ മാർക്കർ ഒഴിവാക്കാം, ഹൈലൈറ്റർ ഒഴിവാക്കി. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു കൺസോളിഡേഷൻ മോഡിലേക്കാണ് ഈ പോകുന്നത്. ഇവിടെ ഒരു ഈ കാണുന്ന ഒരു കൺസോളിഡേഷൻ മോഡാണ്. ഇത് റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഇതിൻ്റെ കൺസോളിഡേഷൻ മോഡ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ കൺസോളിഡേഷൻ മോഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇതിൽ കൺസോളിഡേഷൻ മോഡ് ഇപ്പോൾ പെട്ടെന്ന് വരുന്നില്ല. അപ്പോൾ ഏകദേശം ഇവിടെ കൺസോൾഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഈ ഒരു ലെവലിൽ കുറേ താഴോട്ട് വന്നിട്ട് ഇതിവിടെ അതിങ്ങനെ കൺസോൾഡേറ്റ് ആയിട്ട് പിന്നെ ലാസ്റ്റ് പിന്നെ ഇവിടുന്ന് ബ്രേക്കൗട്ടാണ്. അപ്പോൾ ഇവിടുന്ന് വേറെ സ്ട്രാറ്റജി എന്തെങ്കിലും ഉണ്ടോയെന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റും. ഇവിടെ കൺസോൾട്ടേഷൻ മോഡാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. പിന്നെ അതോടെ ഒരു ബ്രേക്കൗട്ട് ഉണ്ടായി. ഈ ബ്രേക്കൗട്ട് ഉണ്ടാക്കി ഒരു ഫ്ലാഗ് പാറ്റേണിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫ്ലാഗ് പാറ്റേൺ
വേണ്ട പോളണ്ട് ഫ്ലാഗ് പാറ്റേൺ ആണ്. ഇതിപ്പോൾ ഒരു പോൾ ഇങ്ങനെ വന്നു. ഈ പോൾ വന്നിട്ട് ഇവിടെ ഒരു ഫ്ലാഗ് വന്നു കേട്ടോ. ഈ ഒരു ഫ്ലാഗ് ആണ് ഇത് കാണിക്കുന്നത്. പോളണ്ട് ഫ്ലാഗ് പാറ്റേണിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇനി ഇവിടുന്ന് ഇത് കയറാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഇവിടുന്ന് കയറാൻ തുടങ്ങുന്നുണ്ട്. ഇനി ഇവിടുന്ന് ട്രേഡ് എടുക്കാം. ഇവിടെ വെച്ച് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാമായിരുന്നു. അതായത് ഇവിടെ ഈ ഒരു കൺസോളിഡേഷൻ ബ്രേക്ക്ഔട്ട് ചെയ്യണ ഈ ക്യാൻഡിലിൻ്റെ ഇവിടെ വെച്ച് ട്രേഡ് എടുക്കാമായിരുന്നു. ഇനി അവിടെ വെച്ച് ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇവിടെ ഈ പോളൻ ഫ്ലാഗ് വന്നിട്ടുണ്ട് ഏഞ്ചൽ വണ്ണിന്. ഏഞ്ചൽ വണ്ണ് നല്ല കമ്പനിയാണ്. അപ്പോൾ ഇങ്ങനെ പോളൻ ഫ്ലാഗ് വന്നാൽ ഇതിങ്ങനെ കയറി പോയിനെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാൻ പറ്റും. ഇവിടുന്ന് ഈ ക്യാൻഡിൽ ഇവിടെ ഇതൊരു കൺഫർമേഷൻ ക്യാൻഡിൽ, അടുത്ത ക്യാൻഡിലാണ് കൺഫർമേഷൻ ക്യാൻഡിൽ. ഇവിടെ സിഗ്നൽ ക്യാൻഡിലാണ്. സിഗ്നൽ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് അടുത്ത കൺഫർമേഷൻ ക്യാൻഡിൽ വരും. ഈ കൺഫർമേഷൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കൺഫർമേഷൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇത് ഒഴിവാക്കാം. അതോടെ കിടക്കട്ടെ. അപ്പോൾ ഇത് കൺഫർമേഷൻ ക്യാൻഡിൽ ഇവിടെ വരും. ഈ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇത് എടുക്കാം. അപ്പോൾ അത് നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഇതിങ്ങനെ കയറി 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 ഇങ്ങനെ ഇതിങ്ങനെ കയറി 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 ഇങ്ങനെ 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 ഇത് പോവും. ഒരു പരിധി വരെ വന്നിട്ട് ഇത് ഈ ഒരു ലെവലിൽ ഇവിടെയൊക്കെ ലെവലുകളുണ്ട് ഇവിടെ. ഈ ഏതെങ്കിലും ലെവലിലേക്കൊക്കെ വരും ഇത്. ഇവിടെ നിന്നൊക്കെ ഇതെടുത്തിട്ടുള്ളതാണ്. ഇത് താഴോട്ട് വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സപ്പോർട്ട് എടുത്തിട്ടുണ്ടാവും. ഈ ലെവലിൽ നിന്ന് നമുക്ക് ഈ ലെവലിലെത്തുമ്പോൾ അത് വിൽക്കാം. അതുകൊണ്ട് ഈ ലെവലിലെത്തുമ്പോൾ അത് സെല് ചെയ്യാം. പിന്നെ ചിലപ്പോൾ ഇങ്ങോട്ട് താഴോട്ട് വരാം. അപ്പോൾ ഇതാണ് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഒരു മെത്തേഡ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഞാൻ നിങ്ങളോടൊപ്പം പൊന്നിയൂർളം സൈനുദ്ദീൻ. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ അതൊരു പഠനാർത്ഥം ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമ്മൾ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. പിന്നെ സാമ്പത്തിക സാക്ഷരത, പ്രത്യേകിച്ചും പ്രവാസികൾക്കിടയിൽ സാമ്പത്തിക സാക്ഷരത കുറവാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക, മറ്റുള്ളവരിൽ എത്തിക്കുക. തിരിച്ചു പോകുമ്പോൾ ഒന്നും ഇല്ലാതെ പോകുന്ന ഒരു പ്രവാസി സമൂഹമാണ് ഇപ്പോഴും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഒരു സാമ്പത്തിക അച്ചടക്കം കൂടി ഉണ്ടാവും. ഇതിലൂടെ എന്തെങ്കിലും പുരോഗതി ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇതിലേക്ക് ഇത് എത്തിക്കുക. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.